മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. ചിലപ്പോൾ വിജിലൻസ് കേസിൽ വന്നു, ആ കേസിൽ ചിലപ്പോൾ മന്ത്രിമാർ അല്ലെങ്കിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഹൈക്കോടതി ചിലപ്പോൾ ഹൈക്കോടതി അവർക്ക് കൂടി നോട്ടീസ് അയക്കും. അപ്പോൾ നോട്ടീസ് അയച്ച് നിങ്ങൾ തന്നെ പല വാർത്തയാക്കിയിട്ടുണ്ട്. അത് സാധാരണ നടപടിക്രമമായിട്ടാണ് വരാറ്. പ്രതിപക്ഷ ആരോപണങ്ങൾ ഭരണഘടനാ വിഷയമായതിനാൽ ധാർമ്മികതയുടെ വിഷയം നേരത്തെ തന്നെ ഉയർന്നു ഒന്നാണ്. അപ്പോൾ ഈ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് മന്ത്രിയാകുന്ന ഒരാൾ അതിനെ ആക്ഷേപിച്ചു എന്നതാണ്. അത് ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവകാശമാണല്ലോ പറഞ്ഞത്. പ്രതിപക്ഷത്തിന് എപ്പോഴുള്ള ആവശ്യമാണ്. ഞാൻ കോടതി തന്നെ ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുനരന്വേഷണം വേണ്ട, CBI അന്വേഷണം വേണ്ട. അത് രണ്ടും കോടതി തള്ളി. തുടരന്വേഷണമാകാം. തുടരന്വേഷണം ആകുമ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് ഇന്നാൾ വേണം. മന്ത്രി ആയതുകൊണ്ട് തന്നെ സ്ഥാനത്തിരുന്ന് തന്നെ അന്വേഷണം നടത്താന്നാണല്ലോ എൻ്റെ കോടതിയുടെ എൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അത് ആ ഭാഗം വ്യക്തമാണ്. അല്ല, അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്, ഒരു ജോലി അതല്ലേ. കോൺഗ്രസ് മാർച്ച് ഇപ്പോൾ ആലപ്പുഴ വലിയ മാർച്ചാണ് രാജി ആവശ്യപ്പെടും. പ്രതിപക്ഷം വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയാണ് രാജി ആവശ്യപ്പെടുന്നത്. അവരുടെ ഒരു ജോലി അതാണല്ലോ. പക്ഷെ നിയമപരമായിട്ടുള്ള വശമാണ് ഞാൻ സൂചിപ്പിച്ചത്. വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതി വിധി വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി ആയിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ മന്ത്രി ആയിരുന്നു തന്നെ അന്വേഷണം നടത്താം. പിന്നെ മന്ത്രിയായിരിക്കുന്ന ഒരാൾ നടത്തുമ്പോൾ അതിൽ വേറെ CBI അന്വേഷണമൊക്കെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കോടതി ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസം കൂടി കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പ്രശ്നം സജി ചെറിയാൻ അവകാശപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കേൾക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമാണ്. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത് മന്ത്രിയായി തുടരുന്നത് കൊണ്ട് മന്ത്രിയാണ്, അതുകൊണ്ട് ഇന്നാളാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ അത് വ്യക്തമാണ്. കേരളത്തിലെ സംവിധാനം തന്നെ അന്വേഷിച്ചാൽ മതി. അത് ഗവൺമെന്റിന്റെ സംവിധാനത്തിലുള്ള ജുഡീഷ്യറിയുടെ വിശ്വാസത്തെ കൂടി അതിനകത്ത് പ്രകടമാകുന്നു. ശരി, മന്ത്രി പി രാജീവാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതിൽ ഇപ്പോൾ ഒരു രാജിയില്ല എന്ന് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. CPM സെക്രട്ടേറിയറ്റിന്റെ തീരുമാനവും അത് തന്നെയാണ്. സജി ചെറിയാൻ രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. നിയമവശങ്ങൾ പരിശോധിച്ച് അപ്പീലടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അമൽ തേരമ്പറമ്പിൽ AKG സെന്ററിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. അമൽ, രാജിയില്ല. രാജിയില്ല എന്നുള്ള തീരുമാനം ഇപ്പോൾ മന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഈ സജി ചെറിയാൻ്റെ പ്രതികരണം തേടിയപ്പോൾ തന്നെ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് സജി ചെറിയാൻ വ്യക്തമാക്കി. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ആ ഒരു തീരുമാനം സജി ചെറിയാൻ പറഞ്ഞത്. മാത്രമല്ല, പിന്നീട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സംസാരിക്കുമ്പോഴും രാജി ആവശ്യമില്ല എന്നൊരു തീരുമാനം തന്നെയാണ് അവർ പറഞ്ഞത്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലും ഈ വിഷയം വിശദമായി തന്നെ ചർച്ചയായി. കോടതി പൂർണ്ണമായും സർക്കാർ സംവിധാനത്തിൽ വിശ്വാസം രേഖപ്പെടുത്തുന്നു. അതിനാലാണ് CBI അന്വേഷണം വേണ്ട എന്നൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനാൽ തന്നെ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന കോടതിയിൽ നിന്നും ഒരു അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടാണ് CPM ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായുള്ള ആവശ്യമുണ്ട് സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് തുടരരുത് എന്നുള്ളത്. പക്ഷേ ആ ആവശ്യം മുഖവിലേക്ക് എടുക്കേണ്ടതില്ല, അതിന് വില കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ CPMന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു വട്ടം രാജി ഉണ്ടായതാണ്. ആ രാജി കടുത്ത സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു. അങ്ങനെ രാജിവെച്ചതിന് ശേഷം മടങ്ങിയെത്തിയതാണ്. അങ്ങനെ മടങ്ങിയെത്തിയ ശേഷം അതേ വിഷയത്തിൽ തന്നെ വീണ്ടും ഒരു രാജിയുടെ ആവശ്യമില്ല. ഈ വിഷയം പൊതുസമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്തതാണ് എന്നുള്ളതാണ് ഇപ്പോൾ CPM എത്തിയിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ ഇപ്പോൾ CPIയുടെ എക്സിക്യൂട്ടീവ് കൂടി ചേരുന്നുണ്ട്. CPI എക്സിക്യൂട്ടീവിന് ശേഷം നേതാക്കൾ ഇവിടേക്ക് എത്തും. അതിനുശേഷം LDF യോഗം അല്പസമയത്തിനകം ആരംഭിക്കുന്നുണ്ട്. LDF യോഗത്തിലും CPM ഈ ഒരു നിലപാട് പറയും. ആ നിലപാടിനെ ഏത് തരത്തിലാകും CPIയും അതോടൊപ്പം തന്നെ RJD അടക്കമുള്ള ഘടകകക്ഷികൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു എതിരഭിപ്രായം ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ഘടകകക്ഷികളിൽ നിന്ന് പോലും ഒരു എതിരഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ എന്തായാലും കാണുന്നില്ല. അതിനാൽ തന്നെ സജി ചെറിയാന്റെ രാജിയില്ല എന്നുള്ള സജി ചെറിയാന്റെ നിലപാടിന് പാർട്ടിയുടെ കൂടി അംഗീകാരം ലഭിക്കുകയാണ്.